സിംഗപ്പൂരിലത്തെ ലിറ്റിൽ ഇന്ത്യ. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ തൊഴാം, പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാം, പിന്നെ ഭക്ഷണവും കഴിക്കാം എന്നും വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്, ലിറ്റിൽ ഇന്ത്യയിലേക്ക് വന്നതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകാൻ പോണ അമ്പലം എന്ന് പറയുന്നത് പെരുമാൾ ടെമ്പിളാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലത്തെ ശ്രീരംഗം ടെമ്പിളിലത്തെ അതേ പ്രതിഷ്ഠയാണ് ഈ പെരുമാൾ ടെമ്പിളിലുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ശ്രീരംഗം ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ആ അമ്പലം. ഞങ്ങൾ ഒരു ദിവസം അവിടെ നിന്നാണ് തൊഴുതുണ്ടായിരുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൽ വരുമ്പോഴും എനിക്ക് ആ ഒരു ഭക്തി ഫീൽ ചെയ്യും എപ്പോഴും. അതുകൊണ്ട് എനിക്ക് ഈ അമ്പലം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ സാധാരണ മുല്ലപ്പൂ വെച്ചിട്ടാണ് തൊഴുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചൂടി തൊഴാനൊക്കെ. അങ്ങനെ ഇവിടുത്തെ ഈ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്ന് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങാമെന്നും വിചാരിച്ച് നടക്കുകയാണ്. $2 മുല്ലപ്പൂ വാങ്ങിച്ച് അപ്പം തന്നെ അതെടുത്ത് തലയിലും വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ തേക്കാ മോളിൻ്റെ അടുത്ത് തന്നെ നല്ല ടേസ്റ്റി സമോസ കിട്ടും. ആ കടയുടെ പേര് മുകുൾ സ്വീറ്റ് ഷോപ്പ് എന്നാണ്. ബാക്കി സ്വീറ്റ്സും അവിടെ ഉണ്ട്, ഹലുവ, ഗുലാബ് ജാമുൻ, പേട, അങ്ങനെ എല്ലാ സ്വീറ്റ്സും കിട്ടും. ഇന്നിപ്പോൾ ഞങ്ങൾ എന്തായാലും സമോസ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇവിടെ എപ്പോൾ വരുമ്പോഴും ഞാനും കേശും ആദ്യം ആ കടയിലേക്കാണ് ഓടിപ്പോവുക. സമോസയുടെ കൂടെ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സ്വീറ്റ് സോസാണ് തരിക. ആ സ്വീറ്റ് സോസ് കൂട്ടിയിട്ട് സമോസ കഴിക്കാൻ നല്ല സ്വാദാണ്. ഞങ്ങൾ സമോസയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബസ്സിൽ കയറിയിട്ടാണ് അമ്പലത്തിലേക്ക് പോകാൻ പോണത്. ഇവിടുന്ന് ഒരു 2 സ്റ്റോപ്പ് നമുക്ക് ബസ്സിലിരിക്കണം അമ്പലം എത്താൻ വേണ്ടിയിട്ട്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നട അടച്ചേക്കായിരുന്നു. പക്ഷെ ഒരു 2 മിനിറ്റ് നമ്മൾ നിന്നപ്പോഴേക്കും നട തുറന്നു, നല്ലോണം തൊഴാനും പറ്റി. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ്. മഹാവിഷ്ണു മഹാലക്ഷ്മിയുടെയും ഭൂമിദേവിയുടെയും കൂടെ ഇരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ. ലക്ഷ്മിയുടെ നട വേറെയുണ്ട്. അങ്ങനെ എല്ലായിടത്തും നല്ലോണമൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോണത് ശരവണ ഭവനിലേക്കാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. പണ്ട് നമ്മൾ ഇരിങ്ങാലക്കുട അമ്പലത്തിൽ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലേ യാത്ര പൂർത്തിയാവുള്ളൂ. അതുപോലെയാണ് ലിറ്റിൽ ഇന്ത്യയിൽ പോയി കഴിയുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലേ അത് യാത്ര പൂർത്തിയായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാനൊരു മിനി ടിഫിനായിരുന്നു ഓർഡർ ചെയ്തത്. അതിൽ സാമ്പാർ ഇഡ്ഡലി, മിനി മസാല ദോശ, പിന്നെ പൊങ്കൽ, ഉഴുന്നുവട, കേസരിയൊക്കെ ഉണ്ടായിരുന്നു. ജയ്ഷേട്ടനൊരു പനീർ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. കേശൂട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രിൽഡ് ചീസ് സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. അതിൽ ചീസ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല. അവന് ഇഷ്ടമല്ലാത്ത കുറേ പച്ചക്കറി മാത്രം. അവനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങളൊരു ഫലൂഡ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, മാംഗോ ഫലൂഡ. അതും ഭയങ്കര ശോകമായിരുന്നു. മാംഗോ ഐസ്ക്രീം മാത്രം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അത് കഴിച്ചിട്ട് അതവിടെ വച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിനി കുറച്ച് പച്ചക്കറി വാങ്ങാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അങ്ങനെ പച്ചക്കറിയൊക്കെ ഒരു കടയിൽ കയറി വാങ്ങിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോവുക. തിരിച്ച് ബസ്സിൽ തന്നെയാണ് വീട്ടിലേക്കും പോണത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഇനിയും ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്, പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം എൻ്റെ ചാനൽ. അപ്പോൾ ബൈ, ഇനി വേറൊരു വീഡിയോയിൽ കാണാം.